Welcome to Shida's Talk. Hello everyone. Today I am going to help you to study class 10 unit 1. Some of the solved activities from the lesson A Very Old Man with Enormous Wings. അപ്പോൾ നമ്മളിന്ന് നോക്കാൻ വേണ്ടി പോകുന്നത് 10ാം ക്ലാസ്സിലെ ഒന്നാമത്തെ യൂണിറ്റിലുള്ള A Very Old Man with Enormous Wings എന്ന പാഠഭാഗത്തിലുള്ള കുറച്ച് ആക്ടിവിറ്റീസാണ്. ഓൾറെഡി ഈ പാഠത്തിൻ്റെ എക്സ്പ്ലനേഷൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ക്വസ്റ്റ്യൻ ആൻസേഴ്സും ഇതിൻ്റെ മറ്റ് ആക്ടിവിറ്റീസും നമ്മുടെ ഫസ്റ്റ് ആക്ടിവിറ്റിയായ ക്യാരക്ടർ സ്കെച്ച് അതൊക്കെ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഇന്നിപ്പോൾ നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് ന്യൂസ് റിപ്പോർട്ട്, ഡയറി എൻട്രി, അതേപോലെ ഈ ഒരു ഭാഗത്തുള്ള എക്സാം ഇൻ ദ പിക്ചർ കെയർഫുള്ളി, ക്യാപ്ഷൻ റൈറ്റിംഗ്, ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. ഓക്കെ ഡിയേഴ്സ്, നമുക്ക് നമ്മുടെ ഇന്നത്തെ ആക്ടിവിറ്റീസിലേക്ക് കടക്കാം. ലെറ്റ്സ് റീകോൾ ആൻഡ് റിക്രിയേറ്റ് എന്ന ഭാഗത്തുള്ള ആക്ടിവിറ്റീസാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിലുള്ള ഫസ്റ്റ് വൺ ക്യാരക്ടർ സ്കെച്ച് ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവർക്കുള്ള ലിങ്ക് ഞാനിവിടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ ആ ഒരു ക്യാരക്ടർ സ്കെച്ചിൻ്റെ വീഡിയോ നിങ്ങൾക്ക് അതിൽ കാണാൻ കഴിയും. ഇന്നിപ്പോൾ നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് നമ്മുടെ സെക്കൻഡ് ലെറ്റ്സ് റീകോൾ ആൻഡ് റിക്രിയേറ്റ് എന്ന ഭാഗത്തുള്ള സെക്കൻഡ് ക്വസ്റ്റ്യൻ മുതലാണ്. അപ്പോൾ സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്താ? ദ ന്യൂസ് ഓഫ് ദ സഡൻ അപ്പിയറൻസ് ഓഫ് എ വെരി ഓൾഡ് മാൻ വിത്ത് എനോമസ് വിങ്സ് സ്പ്രെഡ്സ് റാപ്പിഡ്ലി ഇൻ ദ നെയ്ബർഹുഡ്. വൺ ഓഫ് ദ ലോക്കൽ റെസിഡൻറ്റ്സ് കംസ് അക്രോസ് എ നോട്ടീസ് advertising the opportunity to see the angel for 5 cents. He is deeply saddened by the treatment of the elderly man. He decided to write a letter to the editor expressing his concern. Let's go through the letter. അപ്പോൾ ഇവിടെ ഈ ഒരു ക്വസ്റ്റ്യനിൽ പറയുന്നത് എന്താ? ആ ഒരു വിങ്ഡ് മാൻ അവരുടെ വീട്ടിലേക്ക് വന്നത്, അവിടെ ആ ഒരു പ്രദേശം മുഴുവൻ പരന്നു. അങ്ങനെ ഒരാൾ, ആ ഒരു പ്രദേശത്തുള്ള ഒരാൾ ഈ ഒരു 5 സെൻറ്റ് കൊടുത്തിട്ട് ഇത് കാണാൻ വേണ്ടിയിട്ട് വരുന്നു. അപ്പോൾ അയാൾക്ക് ആ ഒരു ഓൾഡ് മാൻ്റെ അവസ്ഥയൊക്കെ കണ്ടപ്പോൾ ഭയങ്കരമായിട്ട് വിഷമം തോന്നുന്നു. അയാൾ എന്നിട്ട് എന്ത് ചെയ്യുന്നു? ഒരു ന്യൂസ് എഡിറ്റർക്ക് ആ ഒരു മിസ്ട്രീറ്റ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്യാണ്? അത് പേപ്പറിലൊരു വാർത്തയായിട്ട് കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് ഒരു എഡിറ്റർക്ക് കത്തെഴുതുകയാണ് ചെയ്യുന്നത്. കാരണം അയാളെ ആ ഓൾഡ് മാന് വേണ്ടിയിട്ടുള്ള ആ ഒരു പരിഗണന ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് അയാളുടെ കാര്യത്തിൽ ഭയങ്കര ആശങ്കയുണ്ട്. അയാളെ ആ ഒരു കൂട്ടിലടച്ച് എല്ലാവരും ഒരു സർക്കസ് ആനിമലിനെ കാണുന്നത് പോലെയല്ലേ കാണുന്നത്. അപ്പോൾ അതൊക്കെ പറഞ്ഞുകൊണ്ട് ഇയാൾ എന്ത് ചെയ്യാണ്? ഒരു എഡിറ്റർക്ക് കത്തെഴുതുകയാണ്. അപ്പോൾ അത് ഞാൻ വീണ്ടും വായിക്കുന്നില്ല, നിങ്ങൾക്ക് വായിച്ച് നോക്കിയാൽ മനസ്സിലാവുന്ന കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. അയാളുടെ ആശങ്കകളൊക്കെ പറഞ്ഞുകൊണ്ടാണ് കത്തെഴുതുന്നത്. അപ്പോൾ ആ ഒരു അധികാരികളുടെ മുമ്പിലേക്ക് ഇത് എത്തിക്കുന്നതിന് വേണ്ടിയിട്ട് ഇത് ആ ഒരു പേപ്പറിൽ ന്യൂസായിട്ട് കൊടുക്കണം എന്നാണ് പറയുന്നത്. കാരണം അയാൾക്ക് കിട്ടേണ്ട സഹാനുഭൂതി കാര്യങ്ങളൊന്നും തന്നെ എന്ത് കിട്ടുന്നില്ല, ആ ഒരു ഏഞ്ചലിന് ലഭിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഇത് പേപ്പറിലൊരു വാർത്തയായിട്ട് വന്ന് അധികാരികളുടെ മുമ്പിലേക്ക് എത്തിക്കുക. അതാണ് ഇവിടെ ലാസ്റ്റ് പറയുന്നത്. മേ ഐ റിക്വസ്റ്റ് യു ടു കവർ ദി സ്റ്റോറി ഇൻ ദ പേജസ് ഓഫ് യുവർ എസ്റ്റീംഡ് ന്യൂസ് പേപ്പർ. ദിസ് വുഡ് ഇമ്പൽ ദ ലീഡേഴ്സ് ഓഫ് ദ കമ്മ്യൂണിറ്റി ടു എൻഷുർ ദ ഓൾഡ് മാൻ സേഫ്റ്റി ആൻഡ് വെൽബീയിങ്. അപ്പോൾ ഇത് അധികാരികളുടെ ശ്രദ്ധയിൽപ്പെട്ടാൽ അവർ ആ ഓൾഡ് മാൻ്റെ ആ ഒരു സുരക്ഷയ്ക്കും ക്ഷേമത്തിനും വേണ്ടിയിട്ടും പ്രവർത്തിക്കുന്നതിന് കാരണമാകും. അപ്പോൾ അവരുടെ ആ ഒരു ശ്രദ്ധയെ ക്ഷണിക്കുന്നതിന് വേണ്ടി ഇത് നിങ്ങളുടെ പേപ്പറിലൊരു ന്യൂസായിട്ട് കൊടുക്കണം എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം നമ്മൾ ഇവിടെ ആ ഒരു പേപ്പറിൽ ഇതൊരു വാർത്തയായിട്ട് എങ്ങനെയാണ് വരിക എന്നാണ് നമ്മളിവിടെ എഴുതേണ്ടത്. അതാണ് നമ്മുടെ ആക്ടിവിറ്റിയും. The editor of the newspaper sent reporter to investigate and report the incident. Prepare the likely news report. അപ്പോൾ എഡിറ്റർ അതിനെക്കുറിച്ച് അന്വേഷിക്കാൻ ആളെ അയക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ എന്ത് ചെയ്യുകയും ചെയ്യുന്നു? അതൊരു ന്യൂസ് റിപ്പോർട്ടാക്കുകയും ചെയ്യുന്നു. അപ്പോൾ ആ ഒരു ന്യൂസ് റിപ്പോർട്ടാണ് നമ്മളിവിടെ എഴുതേണ്ട രണ്ടാമത്തെ ആക്ടിവിറ്റി. അപ്പം നമുക്കിത് എങ്ങനെയാണ് എഴുതാൻ വേണ്ടി പറ്റുക? ഒരു ന്യൂസ് റിപ്പോർട്ട് എഴുതുമ്പോൾ ഫസ്റ്റ് തന്നെ എന്ത് ചെയ്യണം? നിങ്ങൾ ശ്രദ്ധിക്കുക, ന്യൂസ് റിപ്പോർട്ട് എഴുതുമ്പം അതൊരു ബോക്സിൻ്റെ അകത്ത് തന്നെ ആയിരിക്കണം. കൂടാതെ നമ്മൾ എന്ത് ചെയ്യുക? ഫസ്റ്റ് ഒരു ഹെഡിങ് നമ്മൾ കൊടുക്കണം. ഇവിടെ നമുക്ക് എങ്ങനെ ഹെഡിങ് കൊടുക്കാം? മിസ്റ്റീരിയസ് വിങ്ഡ് മാൻ ഫൗണ്ട് ഇൻ ക്രിട്ടിക്കൽ കണ്ടീഷൻ. ആ രീതിയിൽ നമുക്ക് മറ്റുള്ളവർ ക്യാച്ച് ചെയ്യുന്ന രീതിയിലുള്ള ഒരു ഹെഡിങ് നമ്മൾ കൊടുത്തു. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുക? ലെഫ്റ്റ് സൈഡിൽ സ്റ്റാഫ് റിപ്പോർട്ട് ആഴെ നമ്മൾ എന്ത് ചെയ്യുക? ഡേറ്റ് കൊടുക്കുക.
അല്ലേ? അതിൻ്റെ താഴെ നമുക്ക് ഒരു ഡേറ്റ് കൊടുക്കാം. ഞാനിവിടെ വെറുതെ ഒരു ഡേറ്റ് കൊടുക്കുകയാണ്, 25th March 2025. അത് കഴിഞ്ഞ് എവിടെയാണോ ഈ ഒരു സംഭവം നടക്കുന്നത് ആ ഒരു സ്ഥലം കൊടുക്കണം. ഓക്കെ, ഇവിടെ ഞാൻ നമ്മുടെ കൊളംബിയൻ റൈറ്ററാണ്, അതുകൊണ്ട് കൊളംബിയാണ് ഞാനിവിടെ കൊടുക്കുന്നത്. കൊളംബിയ കൊടുത്തു, എന്നിട്ട് അതൊരു ഡോട്ട് ഇട്ടു. അതിന് നമുക്ക് ന്യൂസിലേക്ക് കിടക്കാം. A shocking and strange event has taken place in the home of Pelayo and Elisenda, a local couple who claim to have found an old man with enormous wings in their courtyard after a storm. അപ്പോൾ ഇവിടെ എന്താ പറയുന്നത്? പെലായോ ആൻഡ് എലിസെൻഡ എന്ന് പറയുന്ന ആ പ്രദേശത്ത് താമസിക്കുന്ന ദമ്പതികളുടെ വീട്ടിലെ ആ ഒരു കൊടുങ്കാറ്റിന് ശേഷം ആരെ കാണാണ്ട് ഒരു ഓൾഡ് മാൻ, വലിയ ചിറകുകളുള്ള ഒരു ഓൾഡ് മാൻ അവരുടെ മുറ്റത്ത് എത്തിപ്പെട്ടതായിട്ട് അവർ അവകാശപ്പെടുന്നുണ്ട്. അത് വളരെ ഷോക്കിംഗ്, എല്ലാവരെയും ഞെട്ടിക്കുന്നതും വിചിത്രവുമായ ഒരു കാഴ്ചയായിരുന്നു, ഒരു സംഭവമായിരുന്നു. അറ്റ് ഫസ്റ്റ് ദ വില്ലേജേഴ്സ് വെയർ unsure whether he was angel or just a strange creature. നമ്മൾ ന്യൂസ് പേപ്പർ റിപ്പോർട്ട് എഴുതുമ്പോൾ നമ്മൾ അതിലെ കഥകൾ മൊത്തം എഴുതണ്ട, സംഭവം കാര്യങ്ങൾ മനസ്സിലാകുന്ന രീതിയിലുള്ള ആ ഒരു രത്ന ചുരുക്കാണ് നമ്മൾ എഴുതി വരേണ്ടത്. അപ്പോൾ ആദ്യം വില്ലേജേഴ്സിന് ഇത് ഒരു ഏഞ്ചൽ ആണോ അല്ല ഇതൊരു വിചിത്രമായ ജീവിയാണോ എന്നുള്ള കാര്യത്തിലൊന്നും ഒരു ഉറപ്പുമില്ല. Crowds of curious people arrived to see him, and Pelayo and Elisenda started charging an entry fee, turning their home into a kind of fairground. അപ്പോൾ ഇവരെ കാണാൻ വളരെ ജിജ്ഞാസയോടുകൂടി ആൾക്കാരൊക്കെ എത്തുകയും പെലായോയും എലിസൻ്റെയും എന്ത് ചെയ്യാൻ തുടങ്ങി? ആ കാണാൻ എത്തുന്നവരിൽ നിന്ന് 5 cent അല്ല 5 cent ചാർജ് ഈടാക്കുകയും ചെയ്തു. ഇതിൽ ജസ്റ്റ് ചാർജ് ഈടാക്കിയെന്ന് മാത്രമേ പറയുന്നുള്ളൂ. ഒരു എൻട്രി ഫീ ഈടാക്കി അവരുടെ വീട് തന്നെ ഒരു ഫെയർ ഗ്രൗണ്ട് പോലെയായി, ഒരു എക്സിബിഷൻ ഗ്രൗണ്ട് പോലെയായി. The couple became rich, but the old man was left to suffer, ignored and mistreated. അപ്പോൾ അവർ ആ ഒരു പ്രദർശനങ്ങളിൽ വെച്ചുകൊണ്ട് ആ കപ്പിള് നല്ല സമ്പന്നമായിട്ടുണ്ട്, പക്ഷേ ആ ഓൾഡ് മാൻ അവിടെ വളരെയധികം ദുരിതങ്ങളും അവഗണനയും മിസ്ട്രീറ്റൊക്കെ അനുഭവിക്കുകയാണ് ചെയ്യുന്നത്. Many invalids and cripples plucked his feathers, hoping for miraculous healing, while others provoked him to stand or fly. അപ്പം ഒരുപാട് ഇൻവാലിഡ്സ്, അസുഖമുള്ളവരും ക്രിപ്പിൾസ്, ഡിസേബിൾഡായ ആൾക്കാരൊക്കെ ആ ഒരു വിങ്ഡ് മാൻ്റെ ഫെദേഴ്സ് പറിക്കുന്നുണ്ട്. അപ്പോൾ ഫെദേഴ്സൊക്കെ പറിക്കുമ്പോൾ അയാൾക്ക് നല്ല വേദന ഉണ്ടാവും അല്ലേ? എന്തിനു വേണ്ടിയിട്ടാണ്? അവരുടെ അസുഖങ്ങൾ, അതായത് അത്ഭുതങ്ങൾ സംഭവിക്കും, അവരുടെ അസുഖങ്ങൾ മാറുന്ന അത്ഭുതങ്ങൾ സംഭവിക്കും എന്ന് വിചാരിച്ച് ഇയാളുടെ ഫെദേഴ്സൊക്കെ പറിച്ചെടുക്കുന്നുണ്ട്. വൈൽ അതേഴ്സ് പ്രൊവോക്ഡ് ഹിം ടു സ്റ്റാൻഡ് ഓർ ഫ്ലൈ. മറ്റുള്ളവരാണെങ്കിൽ അയാൾ എന്ത് ചെയ്യുന്നുണ്ട്? ഒന്ന് പറക്ക്, കാരണം ചിറകുണ്ട് അയാൾക്ക്. അപ്പോൾ അയാൾ പറക്കുന്നത് കാണാൻ വേണ്ടി ഒന്ന് പറക്കാനോ ആ വീണ് കിടക്കുന്നിടത്ത് നിന്ന് അല്ലെങ്കിൽ ആ കോഴിക്കുട്ടിലിരിക്കുന്നതിൽ നിന്നും ഒന്ന് എഴുന്നേറ്റ് കാണാനോ എന്ത് ചെയ്യുന്നുണ്ട്? അയാളെ പ്രൊവോക്ക് ചെയ്യുന്നുണ്ട്, ഒരുപാട് രീതിയിൽ വേദനിപ്പിക്കുന്നുണ്ട് അല്ലേ? പോക്ഡ് ചെയ്യുന്നുണ്ട്, ഭക്ഷണ സാധനങ്ങൾ എറിയുന്നുണ്ട്. ഇതൊക്കെ നമുക്കറിയാം, ഇതൊന്നും വിശദാക്കണ്ട, ജസ്റ്റ് പേപ്പറിൽ വരുന്ന ആ ഒരു ന്യൂസിൻ്റെ രൂപത്തിൽ മാത്രം നമുക്കിവിടെ എഴുതിയാൽ മതി. Despite the cruelty, the old man suffered all the humiliation with remarkable patience. അപ്പോൾ ഈ എല്ലാ ക്രൂരതയും ആ ഓൾഡ് മാൻ എങ്ങനെയാണ് സഹിക്കുന്നത്? ഈ ഒരു അപമാനമൊക്കെ അയാൾ വളരെ അങ്ങേയറ്റത്തെ ക്ഷമയോടുകൂടി സഹിക്കുകയാണ് ചെയ്യുന്നത്. Though he might be a heavenly being, the couple used him as a source of income, and the crowd, after paying the entry fee, treated the angel like a circus animal, said an eyewitness. നമ്മൾ പൊതുവേ ദൃക്സാക്ഷികൾ കണ്ട കാര്യങ്ങൾ, ഇന്നാളിങ്ങനെ പറഞ്ഞു, അത് കണ്ട ഒരു ദൃക്സാക്ഷി ഇങ്ങനെ പറഞ്ഞു എന്നൊക്കെ നമ്മൾ പേപ്പറിൽ കാണാറില്ലേ? അപ്പോൾ അതാണ് ഇവിടെ നമ്മൾ എഴുതിയിരിക്കുന്നത്. അതായത് ഒരു സ്വർഗീയ തുല്യമായ ഒരു വസ്തു ആണെങ്കിൽ കൂടി അയാളെ ആ കപ്പിള് അവർക്ക് വരുമാനമുണ്ടാക്കാനുള്ള ഒരു മാർഗമായിട്ട് കാണുകയും ജനങ്ങളിൽ നിന്ന് എന്ത് ചെയ്യാണ്? ഫീ അടച്ചിത് കാണാൻ വരുന്ന ജനങ്ങളാണെങ്കിൽ ആ ഏഞ്ചലിനെ ഒരു സർക്കസ് ആനിമലിനെ കാണുന്നത് പോലെയാണ് ട്രീറ്റ് ചെയ്യുകയും ചെയ്യുന്നത്. അതായത് അയാളുടെ ആ ഒരു ദിവത്വോ അയാളുടെ ആ ഒരു പ്രായത്തെ അംഗീകരിക്കാനോ അതിന് കൊടുക്കേണ്ട ആ ഒരു റെസ്പെക്റ്റ് കൊടുക്കാനോ ഒന്നും ആരും നിൽക്കുന്നില്ല. Concerned citizens have raised their voices against this inhuman treatment, urging the authorities to intervene. അപ്പം ആ ഒരു ആശങ്കയുള്ള അയാളുടെ ആ ഒരു
ഇതിപ്പോൾ ഈ ഒരു കത്തെഴുതിയ സംഭവങ്ങൾ നമ്മളെ ഉള്ളിലുണ്ടല്ലോ, എഡിറ്റർക്ക് കത്തെഴുതിയത് പ്രകാരമാണല്ലോ നമ്മൾ ഈ ന്യൂസ് തയ്യാറാക്കുന്നത്. അതുകൊണ്ട് ഈ ഒരു വരിയും കൂടെ നമുക്ക് കൊടുക്കാം. അതായത് ആശങ്കയുള്ള അയാളുടെ ആ ഒരു കാര്യങ്ങളിൽ, ആ ഓൾഡ് മാൻ്റെ കാര്യങ്ങളിൽ ആശങ്കയുള്ള പൗരന്മാർ എന്ത് ചെയ്യുന്നുണ്ട്, ഇതിനെതിരെ ശബ്ദമുയർത്തുകയും മനുഷ്യത്വരഹിതമായ ആ ഒരു ട്രീറ്റ്മെൻറ്റ്, ആ ഒരു പെലായോ മെലിസൻ്റെയും ചെയ്യുന്ന ട്രീറ്റ്മെൻറ്റ് അതോറിറ്റീസ് ഇടപെടണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്യുന്നുണ്ട്. Although the old man's presence sparked awe and curiosity, the people's reaction reveals society's greed and lack of compassion. ആ വൃദ്ധൻ്റെ സാന്നിധ്യം അവരിൽ അത്ഭുതവും ജിജ്ഞാസയും ഉണർത്തിയെങ്കിലും ആളുകളുടെ പ്രതികരണം സമൂഹത്തിൻ്റെ അത്യാഗ്രഹവും അനുകമ്പയില്ലായ്മയും വെളിപ്പെടുത്തുന്നു. അപ്പോൾ ഇത് ആ ഒരു നമ്മുടെ അതോറിറ്റീസിൽ, ലീഡേഴ്സിൽ അറിയിക്കാനുള്ള രീതിയിലുള്ള ഒരു ന്യൂസ് പേപ്പർ. അതായത് ഇങ്ങനെയൊക്കെ ഒരു ഇത് കാണുമ്പം അധികാരികൾ അതിനെക്കുറിച്ച് അന്വേഷിക്കാനും അതിനുവേണ്ട നടപടികൾ എടുക്കാനും തുനിയും അല്ലേ. അപ്പോൾ ആ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ന്യൂസ് പേപ്പർ റിപ്പോർട്ട് എഴുതാം. ഇനി ഇത് കഴിഞ്ഞാൽ അടുത്ത ആക്ടിവിറ്റി എന്താണ് ഇതിൽ നമ്മളോട് പറഞ്ഞിരിക്കുന്നത്? വിത്ത് ദ അറൈവൽ ഓഫ് ദ വെരി ഓൾഡ് മാൻ വിത്ത് എനോർമസ് വിങ്സ്, പെലായോസ് ലൈഫ് ചേഞ്ചസ് അല്ലേ. ആ ഒരു ഓൾഡ് മാൻ്റെ വരവോട് കൂടി പെലായോയുടെ ലൈഫിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ഹി നോട്ട്സ് ഹിസ് കൺസേൺ ഇൻ ഹിസ് ഡയറി, റൈറ്റ് ദ ലൈക്ലി ഡയറി എൻട്രി. അപ്പം ആ ഒരു കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ട് പെലായോ എന്ത് ചെയ്യാണ്, ഡയറിയിൽ എഴുതുകയാണ് അല്ലേ. എന്തൊക്കെ കാര്യങ്ങളായിരിക്കും പെലായോ എഴുതുന്നത് എന്നാണ് പറയുന്നത്. അപ്പം നമുക്കിതിന് വേറെ ഇൻസ്റ്റൻസ് ഒന്നും കൊടുക്കുന്നില്ല, നമുക്ക് ഈ ഒരു അനുമാനത്തിലെത്താം. അതായത് ഓൾഡ് മാൻ അവിടെ നിന്നും പറന്നു പോയതിന് ശേഷം നമ്മുടെ പെലായോ എഴുതുന്ന ആ ഒരു ഡയറി കുറിപ്പ് അത് എങ്ങനെയാണ് എന്നുള്ള രീതിയിൽ നമുക്കൊന്ന് എഴുതി നോക്കാം. ഫസ്റ്റ് തന്നെ നമുക്കറിയാം, ഡയറി എഴുതുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, അവിടെ ഡേറ്റ് ഫോർമാറ്റ് കൊടുക്കണം. അപ്പോൾ അവിടെ ഒരു ഡേറ്റ് നിങ്ങൾ കൊടുക്കുക. ഞാനിവിടെ ജസ്റ്റ് ഒരു സാങ്കല്പികമായ ഒരു ഡേറ്റ് ഞാനും ഇവിടെ കൊടുത്തു പോവുകയാണ്. 25 മാർച്ച് 2025. അവിടെ വേണമെങ്കിൽ നമുക്കൊരു ഡേയും കൊടുക്കാം. അവിടെ ഡേയും നമ്മൾ എന്ത് ചെയ്യാം, എഴുതി ചേർക്കുക. ഇനി നമുക്ക് ഡയറി സ്റ്റാർട്ട് ചെയ്യാം. Tonight, as I sit in my new house built from the money we earned, I cannot stop thinking about him, the old man with enormous wings. അപ്പോൾ ഇന്ന് രാത്രി ഞാൻ ഇവിടെ എൻ്റെ ഈ ഒരു പുതിയ വീട്ടിൽ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത്, അതായത് നമ്മൾ ഉണ്ടാക്കിയെടുത്ത ആ ഒരു പണം കൊണ്ട് പണിത പുതിയ വീട്ടിൽ ഞാനിങ്ങനെ ഇരിക്കുന്ന സമയം എനിക്ക് ആ ഓൾഡ് മാനെ കുറിച്ച് ചിന്തിക്കാതിരിക്കാൻ കഴിയുന്നില്ല. വലിയ ചിറകുകളുള്ള ആ ഓൾഡ് മാനെ കുറിച്ച് എനിക്ക് ചിന്തിക്കാതിരിക്കാൻ കഴിയുന്നില്ല. കാരണം എന്തുകൊണ്ടാണ്? ആ ഓൾഡ് മാൻ വഴി തന്നെയാണ് ഇവർ ഈ പണവും ഈ വലിയ വീടുകളൊക്കെ ഉണ്ടാക്കിയത് അല്ലേ. ഐ വണ്ടർ വേർ ഹീ ഈസ് നൗ ഓർ ഇഫ് ഹീ ഈസ് ഈവൻ റിയൽ. ഞാൻ അത്ഭുതപ്പെടുകയാണ്, ആ ഒരു ഓൾഡ് മാൻ ഇപ്പോൾ എവിടെയാണുള്ളത്, അത് ശരിക്കും യഥാർത്ഥമായിരുന്നോ, റിയൽ ആയിരുന്നോ? ആസ് ഐ വാസ് റിട്ടേണിങ് ടു മൈ ഹൗസ് ഐ നോട്ടീസ് സംതിങ് മൂവിങ് ഇൻ ദ മഡ്. ഞാൻ എൻ്റെ വീട്ടിലേക്ക് തിരിച്ചു വരുന്ന സമയത്തായിരുന്നു ഞാൻ എന്തോ ഒന്ന് മൂവ് ചെയ്യുന്നതായിട്ട് ശ്രദ്ധിച്ചത്. എ മാൻ വാസ് ലേയിങ് ഫേസ് ഡൗൺ സ്ട്രഗ്ലിംഗ് ടു ഗെറ്റ് അപ്പ് ഹിസ് എനോമസ് വിങ്സ് വെയിങ് ഹിം ഡൗൺ. അപ്പോൾ ആ സമയത്ത് ഞാൻ ആ ഒരു കാഴ്ച കാണുന്ന സമയത്ത് അയാൾ മുഖമൊക്കെ താഴ്ത്തി ആ ഒരു എഴുന്നേൽക്കാൻ വളരെയധികം കഷ്ടപ്പെടുന്ന ആ ഒരു രൂപത്തിലായിരുന്നു ഉണ്ടായിരുന്നത്. കാരണം ആ ഒരു ചിറകിൻ്റെ ഭാരത്താൽ അയാൾക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല, എഴുന്നേൽക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഫ്രൈറ്റൻഡ് ബൈ ദ സൈറ്റ് ഐ റാൻ ടു ഗെറ്റ് മൈ വൈഫ് എലിസണ്ട. അത് കണ്ട് ഭയന്ന് ഞാൻ എന്ത് ചെയ്തു, എൻ്റെ വൈഫിനെയും കൂടെ അത് പറയാൻ വേണ്ടിയിട്ട് വൈഫിൻ്റെ അടുത്തേക്ക് ഞാൻ ഓടിപ്പോയി. എലിസണ്ട ആൻഡ് ഐ വെർ എഫ്രൈഡ്. What was he? An angel? A demon? A lost soul? We didn't know. അപ്പോൾ അത് കണ്ടപ്പോൾ, ആ ഒരു ഓൾഡ് മാനെ കണ്ടപ്പോൾ ഞാനും എലിസൻ്റെയും ഭയന്നു പോയി. നമ്മൾ ഇത് എന്താണെന്ന് പലതും നമ്മളെ മൈൻഡിലേക്ക് കടന്നു വന്നു അല്ലേ. ഏഞ്ചലാണോ, ലോസ്റ്റ് സോൾ ആണോ, എന്താ ഇത് എന്നുള്ള പലതും നമ്മളെ മൈൻഡിലേക്ക് കടന്നു വന്നു. വി ഡിഡിൻ നോ, നമുക്ക് എന്താണെന്നൊന്നും മനസ്സിലായില്ല. ആൻഡ് ഫിയർ മെയ്ഡ് us ആക്ട് ക്രൂവലി. നമ്മുടെ ഉള്ളിലുള്ള ഭയം നമ്മളെ എന്തിനു പ്രേരിപ്പിച്ചു, വളരെ ക്രൂരമായിട്ട് പെരുമാറുന്നതിലേക്ക് പ്രേരിപ്പിച്ചു. ഇൻസ്റ്റെഡ് ഓഫ് ഹെൽപ്പിംഗ് ഹിം വി ലോക്ക്ഡ് ഹിം ഇൻ ദ ചിക്കൻ കൂപ്പ്. അയാളെ സഹായിക്കുന്നതിന് പകരം നമ്മൾ എന്ത് ചെയ്തു, അയാളെ ആ ചിക്കൻ കൂപ്പിൽ അടച്ചു. ദ ഹോൾ വില്ലേജ് കെയിം ടു സീ ഹിം. നമ്മുടെ ആ വില്ലേജിലുള്ള എല്ലാവരും എന്ത് ചെയ്തു, അയാളെ കാണാൻ വന്നു. സം മോക്ക്ഡ് ഹിം, അതേഴ്സ് ത്രൂ ഫുഡ് അറ്റ് ഹിം, വെയിറ്റിംഗ് ഫോർ ഹിം ടു പെർഫോം മിറാക്കിൾസ്. അപ്പോൾ ആ വന്ന ആൾക്കാരൊക്കെ കളിയാക്കുകയും ഭക്ഷണങ്ങൾ എറിഞ്ഞു കൊടുക്കുകയും അയാളിൽ നിന്നുള്ള അത്ഭുതങ്ങൾ കാണാൻ വേണ്ടി കാത്തിരിക്കുകയും ചെയ്തു. ഹി നെവർ സ്പോക്ക് നെവർ ഫോട്ട് ബാക്ക്. അയാൾ തിരിച്ചൊന്നും സംസാരിക്കുകയോ
തിരിച്ച് അവരോട് ഫൈറ്റ് ചെയ്യുകയോ ഒന്നും തന്നെ ചെയ്യുന്നുണ്ടായിരുന്നില്ല. ഹി ജസ്റ്റ് സാറ്റ് ദർ ആസ് ഇഫ് വെയിറ്റിംഗ് ഫോർ സംതിങ്. അയാൾ അവിടെ തന്നെ ഇരിക്കുകയായിരുന്നു, എന്തോ ഒന്ന് വെയിറ്റ് ചെയ്യുന്നത് പോലെ, കാത്തിരിക്കുന്നത് പോലെ അയാൾ നിശബ്ദമായി അവിടെ ഇരിക്കുകയായിരുന്നു ചെയ്തിരുന്നത്. ആസ് ടൈം പാസ്ഡ് പീപ്പിൾ ലോസ്റ്റ് ഇൻട്രസ്റ്റ് ഇൻ ഹിം. അങ്ങനെ കാലങ്ങൾ കടന്നുപോയപ്പോൾ ജനങ്ങൾക്ക് അയാളുള്ള താല്പര്യം ഇല്ലാതായി. എ സ്പൈഡർ വുമൻ എറൈവ്ഡ് ആൻഡ് ദ വില്ലേജേഴ്സ് ഫൗണ്ട് ഹെർ മോർ ഇൻട്രസ്റ്റിംഗ്. അവിടെ ആ ഒരു സമയത്ത് ഒരു സ്പൈഡർ വുമൺ വരികയും വില്ലേജേഴ്സിന്, ഗ്രാമീണർക്ക് എല്ലാവർക്കും തന്നെ അങ്ങോട്ടേക്ക് താല്പര്യം കൂടുകയും ചെയ്തു. ദ ഓൾഡ് മാൻ വാസ് ഫോർഗോട്ടൺ ഈവൺ ബൈ മീ. ആ ഓൾഡ് മാനെ എല്ലാവരും മറന്നു, ഞാനും കൂടി എന്ത് ചെയ്തു, ആ ഓൾഡ് മാനെ മറന്നു. ബട്ട് ഹി നെവർ ലെഫ്റ്റ്. എന്നിട്ടും ആ ഓൾഡ് മാൻ എവിടെയും പോയില്ല, അവിടെ തന്നെ ഉണ്ടായിരുന്നു. ദെൻ വൺ ഡേ ഐ സോ ഹിം ട്രൈങ് ടു ഫ്ലൈ. ഹിസ് വിങ്സ് വൺസ് ഹെവി ആൻഡ് ബ്രോക്കൺ സ്റ്റാർട്ടഡ് ടു മൂവ് അഗെയിൻ. അങ്ങനെ ഒരു ദിവസം എന്ത് ചെയ്യാണ്, നമ്മൾ കണ്ടു അല്ലെ, ട്രൈങ് ടു ഫ്ലൈ, അയാൾ പറക്കാൻ ശ്രമിക്കുന്നത് കണ്ടു. ഹിസ് വിങ്സ് once heavy and broken start to move again. ഒരിക്കൽ അയാളുടെ എന്താ പറയുക, തകർന്നു പോയ, ബ്രോക്കൺ എന്ന് ഉദ്ദേശിക്കുന്നത് ഹാഫ് പ്ലക്ഡ് ഒക്കെ ആയിരുന്നു അല്ലെ, ആൾക്കാരൊക്കെ ഫെദേഴ്സൊക്കെ പിഴുതെടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ബ്രോക്കൺ വിങ്സ് എന്ത് ചെയ്യാണ്, പതുക്കെ മൂവ് ചെയ്യാൻ തുടങ്ങുകയാണ്. സ്ലോലി ഓവർ ടൈം ഹി ഗ്രൂ സ്ട്രോങ്ങർ. അങ്ങനെ പതുക്കെ അയാൾ നല്ല സ്ട്രോങ് ആയി. ആൻഡ് ടുഡേ ഹി ഫ്ലൂ എവേ. അപ്പം നമുക്ക് ഇത് അന്ന് ആ പറന്നു പോകുന്ന ആ ഒരു നിമിഷത്തിൽ എഴുതുന്ന ഒരു രീതിയിലേക്ക് നമ്മൾ കൊണ്ടുവരികയാണ് അല്ലേ. അപ്പോൾ ടുഡേ ഹി ഫ്ലൂ എവേ, ഇന്ന് എന്ത് ചെയ്തു, അതങ്ങനെ നമ്മളിൽ നിന്നും പറന്നുപോയി. ഹൂ വാസ് ഹി, ശരിക്കും അത് ആരാണ്? വാട്ട് ഡിഡ് ഹി വാണ്ട്, അയാൾക്ക് എന്തായിരുന്നു വേണ്ടത്? മേ ബി ഐ വിൽ നെവർ നോ, ഒരു പക്ഷേ എനിക്ക് അത് അറിയാൻ പോലും സാധിക്കില്ല. ബട്ട് ഐ വണ്ടർ ഇഫ് ഹി ട്രൂലി വാസ് എൻ ഏഞ്ചൽ. ഡിഡ് വി ഫെയിൽ സം കൈൻഡ് ഓഫ് ടെസ്റ്റ്? അപ്പോൾ ഞാനിപ്പോൾ അത്ഭുതപ്പെടുകയാണ്, ശരിക്കും അയാളൊരു മാലാഖയായിരുന്നോ? ഡിഡ് വി ഫെയിൽ സം കൈൻഡ് ഓഫ് ടെസ്റ്റ്, നമ്മളെ പരീക്ഷിക്കാൻ വേണ്ടി വന്നതാണോ? ആ ഒരു പരീക്ഷണത്തിൽ ഞാൻ പരാജയപ്പെട്ടു പോയോ എന്നൊക്കെ ഓർക്കുന്ന രീതിയിലുള്ള ഒരു ഡയറി കുറിപ്പ് നമുക്കിവിടെ എഴുതാം. ഇനി നമുക്ക് അടുത്ത ആക്ടിവിറ്റി എന്താ ഇവിടെ? എക്സാമിൻ ദ പിക്ചർ കെയർഫുള്ളി. അതെന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. ഈ ഒരു പിക്ചർ ഇതിൽ നമ്മൾ കാണുന്നുണ്ട്, ഒരു ഓൾഡ് മാൻ്റെ കൈ ആര് പിടിക്കുകയാണ്? ഒരു യങ് മാൻ അല്ലേ, ഒരു കൈത്താങ്ങ് കൊടുക്കുന്നത് പോലുള്ള ഒരു പിക്ചർ ഇവിടെ കാണുന്നുണ്ട്. അപ്പോൾ ഇത് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എന്താ? വാട്ട് ഡസ് ദ പിക്ചർ ടെൽ യു? റൈറ്റ് എ ഫ്രേസസ് സെൻറ്റൻസ് അബൌട്ട് ഇറ്റ്. ആ പിക്ചറിന് അനുകൂലമായ ഒരു ഫ്രേസോ സെൻറ്റൻസുകളോ എഴുതാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. വളരെ എളുപ്പത്തിൽ തന്നെ നമ്മളുടെ മൈൻഡിലേക്ക് ഈ പിക്ചർ കാണുമ്പോൾ വരുന്ന ഒരു ഫ്രേസ് എന്ന് പറയുന്നത് ഹെൽപ്പിംഗ് ഹാൻഡാണ് അല്ലേ. അപ്പം നമുക്ക് ഹെൽപ്പിംഗ് ഹാൻഡിന് എഴുതാം, അല്ലെങ്കിൽ എന്ത് എഴുതാം? ലെൻഡിങ് എ ഹാൻഡ് ചേഞ്ചിങ് എ ലൈഫ്, ആ ഒരു രീതിയിൽ എഴുതാം. അല്ലെങ്കിൽ പവർ ഈസ് ഹെൽപ്പിംഗ് നോട്ട് ഹേർട്ടിങ്, അങ്ങനെ എഴുതാം. അതും അല്ലെങ്കിൽ ഹെൽപ്പ് ദ വീക്ക് ഷോ യുവർ സ്ട്രെങ്ത്. ഇതിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, നമുക്ക് ഈ ഒരു പിക്ചറിന് അനുകൂലമായിട്ട് നമുക്ക് എഴുതാം. ഓക്കെ, അല്ലെങ്കിൽ ഇനിയും ഒരുപാട് രീതിയിൽ ഈ ഒരു പിക്ചർ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. ഏജിങ് ഡിസേർവ്സ് ഡിഗ്നിറ്റി, ഹോൾഡ് ദർ ഹാൻഡ്സ് വിത്ത് റെസ്പെക്ട്, കൈൻഡ്നസ് ബിഗിൻ വിത്ത് കെയറിങ് ഫോർ ദ ഓൾഡ്. അങ്ങനെ ഏത് രീതിയിൽ വേണമെങ്കിലും നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, നമുക്ക് എഴുതാം. എൽഡേഴ്സ് ഡിസേർവ് കൈൻഡ്നസ്. അപ്പോൾ നിങ്ങൾക്ക് സൗകര്യമുള്ള ഒരുപാട് കാര്യങ്ങൾ ഞാനിതിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇൻട്രസ്റ്റിംഗ് ആയി തോന്നിയ ഏതെങ്കിലും ഒരു ഫ്രേസസ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇതിലേക്ക് എഴുതാം. ഇനി അടുത്തത്, നൗ റീഡ് ദ ഫോളോയിങ് ഫ്രേസസ്. ഇവിടെ കുറച്ച് ഫ്രേസസ് കൊടുത്തിട്ടുണ്ട്. എന്തൊക്കെയാണ്? ബിലീവ് ഇൻ ദ ഇമ്പോസിബിൾ. ബിലീവ് ഇൻ ദ ഇമ്പോസിബിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? അതിൽ മീനിങ് എന്താ വരുന്നത്? ട്രസ്റ്റ് ദാറ്റ് ഈവൻ തിങ്സ് ദാറ്റ് സീം ഇമ്പോസിബിൾ ക്യാൻ ഹാപ്പൺ. അസാധ്യമെന്ന് തോന്നുന്ന കാര്യങ്ങൾ പോലും സംഭവിക്കുമെന്ന് നമ്മൾ വിശ്വസിക്കുക. അതിന് നെക്സ്റ്റ് എന്താ? ദ ഫ്യൂച്ചർ ഈസ് നൗ. ഫ്യൂച്ചർ ഈസ് നൗ എന്ന് പറഞ്ഞാൽ മീനിങ് ഇറ്റ് ഏർജസ് ആക്ഷൻ നൗ നോട്ട് സം ഡേ ലേറ്റർ. ഇറ്റ് മേക്സ് യു ഫീൽ ദാറ്റ് ദ മൊമെൻറ്റ് യു ലിവ് ഈസ് ഫുൾ ഓഫ് പോസിബിലിറ്റി. അതായത് അത് പിന്നീട് എപ്പോഴും അല്ല, ഇപ്പോൾ തന്നെ പ്രവർത്തിക്കാൻ നമ്മളിൽ പ്രേരിപ്പിക്കുന്ന കാര്യം. നിങ്ങൾ ജീവിക്കുന്ന നിമിഷം സാധ്യത നിറഞ്ഞതാണെന്ന് നിങ്ങളെ ബോധ്യപ്പെടുത്തുന്നു. അതാണ് ദ ഫ്യൂച്ചർ ഈസ് നൗ. അതൊക്കെ ജസ്റ്റ് ഒരു അതൊക്കെ വായിക്കുമ്പോൾ തന്നെ നമുക്ക് നമ്മുടെ ഉള്ളിൽ എന്തുണ്ടാവുന്നുണ്ട്? ഒരു മോട്ടിവേഷൻ നമുക്ക് ഉണ്ടാവുന്നുണ്ട് അല്ലേ. അതായത് നമ്മുടെ ഫ്യൂച്ചർ എന്ന് പറയുന്നത് ഇന്നാണ്. കാരണം നാളെ എന്നുള്ള രീതിയിൽ നമ്മൾ കാര്യങ്ങൾ മാറ്റിവെക്കാനല്ല, നമുക്ക് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഇന്ന് തന്നെ ചെയ്ത് മുന്നോട്ട് പോകുമ്പോഴാണ് നമുക്ക് എന്താവുന്നത്? നല്ലൊരു ഫ്യൂച്ചർ നമുക്ക് ഉണ്ടാവുന്നത് അല്ലേ.
അടുത്തത് പാസ്പോർട്ട് ടു അഡ്വഞ്ചർ. പാസ്പോർട്ട് ടു അഡ്വഞ്ചർ മീൻസ് something that gives you a chance to begin an exciting journey or experience. ആവേശകരമായ ഒരു യാത്രയോ അനുഭവമോ ആരംഭിക്കാൻ നിങ്ങൾക്ക് അവസരം നൽകുന്ന ഒന്ന്, അതിനെയാണ് നമ്മൾ പാസ്പോർട്ട് ടു അഡ്വഞ്ചർ എന്ന് നമ്മൾ പറയാം. ഇനി കളേഴ്സ് ഓഫ് ഇമാജിനേഷൻ, ദ ബ്രൈറ്റ് ആൻഡ് ക്രിയേറ്റീവ് ഐഡിയാസ് ദാറ്റ് കം ഫ്രം യുവർ മൈൻഡ്. നിങ്ങളുടെ മനസ്സിൽ നിന്ന് വരുന്ന സൃഷ്ടിപരമായ ഉജ്ജ്വലവും സൃഷ്ടിപരവുമായ ആശയങ്ങൾ, അതിനെയാണ് നമ്മൾ കളേഴ്സ് ഓഫ് ഇമാജിനേഷൻ എന്ന് പറയാം. നെക്സ്റ്റ് മൈൻഡ്ഫുൾ മൊമെൻറ്റ്സ്, ബീയിങ് കാം ആൻഡ് ഫുള്ളി പ്രസൻറ്റ് ഇൻ ദ മൊമെൻറ്റ്. വളരെ ശാന്തവും പ്രസൻറ്റ് മൈൻഡോടെ ഇരിക്കുക. ആകുലതകളോ ആശങ്കകളോ ഒന്നുമില്ലാതെ നമ്മൾ ഫ്രീ മൈൻഡായിട്ട് ഇരിക്കുന്നതിന് നമ്മളെന്ത് പറയുക? മൈൻഡ്ഫുൾ മൊമെൻറ്റ്സ്. ഓക്കെ. നെക്സ്റ്റ് ഗുഡ് വൈബ്സ് ഓൺലി. നമ്മൾ ഇതിൽ ഈ പറഞ്ഞിരിക്കുന്ന ഫ്രേസസിലൊക്കെ നമ്മൾ കൂടുതൽ നമ്മൾ ഉപയോഗിക്കുന്നതാണ്, നമ്മൾ കാണുന്നതാണ് ഗുഡ് വൈബ്സ് ഓൺലി, അല്ലേ? പല പോസ്റ്ററിലും പല കാര്യങ്ങളിലും നമ്മൾ ഇത് കാണാറുണ്ട്, ഈ ഗുഡ് വൈബ്സ് ഓൺലി. അപ്പോൾ തിങ്ക് ഓഫ് പോസിറ്റീവ് വൈബ്സ് ഓൺലി ആൻഡ് ഇഗ്നോർ നെഗറ്റിവിറ്റി, അല്ലേ? പോസിറ്റീവായ കാര്യങ്ങൾ മാത്രം നമ്മൾ എന്ത് ചെയ്യുക? ആലോചിക്കുക, നെഗറ്റിവിറ്റിയെ അവഗണിക്കുക. ഇറ്റ് ഫിൽസ് അവർ ഹേർട്സ് വിത്ത് ഹാപ്പിനെസ് ആൻഡ് എനർജി. അതായത് ഈ പോസിറ്റീവ് കാര്യങ്ങൾ മാത്രം ആലോചിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ എന്താണ് ഉണ്ടാവുക? ഹാപ്പിനെസ് ആണ് ഉണ്ടാവുക. ഓക്കെ. അപ്പോൾ ഇതൊക്കെയാണ് ഈ തന്നിരിക്കുന്ന ഫ്രേസസിൻ്റെ ആ ഒരു മീനിങ് ഒക്കെ വരുന്നത്. അപ്പോൾ ഡു യു ഫൈൻഡ് ദീസ് ഫ്രേസസ് ഇൻട്രസ്റ്റിംഗ്? അപ്പം നമുക്കറിയാം ഈ ഫ്രേസസ് വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാം? യെസ്, ദീസ് ഫ്രേസസ് ആർ വെരി ഇൻട്രസ്റ്റിംഗ് ബിക്കോസ് ദേ സ്പാർക്ക് ഇമോഷൻ, ഇമാജിനേഷൻ ആൻഡ് പോസിറ്റിവിറ്റി, അല്ലേ? ഇനി നെക്സ്റ്റ് നമ്മളോട് എന്താണ് പറയുന്നത്? അവിടെ ഒരു ബോക്സിൽ caption is title or brief explanation of a picture, an illustration, a cartoon or a poster. ഒരു ക്യാപ്ഷൻ എന്ന് പറഞ്ഞത് എന്തിൻ്റെയൊക്കെ ടൈറ്റിൽ ആവാം? ഒരു പിക്ചറിൻ്റെ ഒരു വളരെ ചുരുങ്ങിയിട്ടുള്ള ഒരു എക്സ്പ്ലനേഷൻ ആവാം, ഒരു ഇല്ലുസ്ട്രേഷൻ ആവാം, കാർട്ടൂൺ ആവാം, അല്ലെങ്കിൽ പോസ്റ്റർ ആവാം, അല്ലേ? അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മളോട് ഇവിടെ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ എന്താ? നൗ റൈറ്റ് സ്യൂട്ടബിൾ ക്യാപ്ഷൻ ഫോർ ദ ഫോളോയിങ്. ഈ താഴെ തന്നിരിക്കുന്ന പിക്ചറിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള ക്യാപ്ഷൻ നമ്മൾ എഴുതണം, അല്ലേ? അപ്പോൾ ഫസ്റ്റ് പിക്ചറിൽ നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്, ഒരു ബെഗർ എന്താണ് ചെയ്യുന്നത്? ഒരു ഡോഗിന് ഫുഡ് കൊടുക്കുകയാണ് ചെയ്യുന്നത്, അല്ലേ? അപ്പോൾ അവിടെ നമുക്ക് മാച്ചായിട്ടുള്ള എന്ത് ക്യാപ്ഷനാണ് നമുക്ക് കൊടുക്കാൻ വേണ്ടി പറ്റുക? കൈൻഡ്നസ് ഈസ് എ ഗിഫ്റ്റ് എനിവൺ ക്യാൻ ഗിവ്, അല്ലേ? നമുക്കത് വേണമെങ്കിൽ പറയാം. അല്ലെങ്കിൽ എന്ത് പറയാം? കമ്പാഷൻ സ്പീക്സ് ലൗഡർ ദാൻ വേർഡ്സ്. അതും അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? ബി കൈൻഡ് ആൻഡ് കമ്പാഷനേറ്റ്. ആ ഒരു രീതിയിൽ നമുക്ക് ഫസ്റ്റ് പിക്ചർ ഇതിൽ ഏത് വേണമെങ്കിലും നമുക്ക് എഴുതാം. അതിന് സെക്കൻഡ് പിക്ചറിൽ നമുക്കറിയാം, നമുക്ക് ആ പിക്ചർ കാണുമ്പോൾ തന്നെ നമ്മളിലേക്ക് വരുന്ന ക്യാപ്ഷൻ എന്ത് മാത്രമാണ്? മദർ ഹാൻഡ് ദ സേഫസ്റ്റ് പ്ലേസ് ഇൻ ദ വേൾഡ്. ഈ ഒരു പിക്ചർ കാണുമ്പോൾ തന്നെ നമ്മളെ മൈൻഡിലേക്ക് ഓടി വരുന്ന ക്യാപ്ഷൻ അത് തന്നെയാണ്. ഇനി തേർഡ് വൺ, ഒരു കുട്ടി എന്ത് ചെയ്യാണ്? ആ ഒരു റിവർ സൈഡിൽ ബോട്ട് ഉണ്ടാക്കി കളിക്കുകയാണ്, അല്ലേ? അപ്പോൾ അതിന് നമുക്ക് എന്തൊക്കെ പറയാൻ പറ്റും? ലിറ്റിൽ മൊമെൻറ്റ്സ്, ബിഗ് മെമ്മറീസ്. അല്ലെങ്കിൽ എന്ത് പറയാം? ലെറ്റ് യുവർ ഡ്രീംസ് സെറ്റ് സെയിൽ. അതും അല്ലെങ്കിൽ എന്ത് പറയാം? ഫൈൻഡ് ജോയ് ഇൻ സിമ്പിൾ തിങ്സ്. ഇതിലേത് ക്യാപ്ഷൻ വേണമെങ്കിലും ആ പിക്ചറിന് അനുയോജ്യമായിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ ആ പിക്ചറിന് അനുയോജ്യമായ ക്യാപ്ഷൻസ് നമ്മൾ എഴുതി കഴിഞ്ഞിട്ടുണ്ട്. ഒന്നാമത്തെയും മൂന്നാമത്തെയും പിക്ചറിന് ഒന്നിലധികം ക്യാപ്ഷൻസ് ഞാനിവിടെ തന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമായ ക്യാപ്ഷൻസ് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിലേതെങ്കിലും ഒന്ന് എഴുതിയാൽ മതിയാകും. ഇനി അത് കഴിഞ്ഞാൽ അടുത്തത് നമ്മളോട് ഒരു ക്ലാസ് വർക്ക് പറഞ്ഞിട്ടുണ്ട്. എന്താണത്? കണ്ടക്ട് എ ക്യാപ്ഷൻ റൈറ്റിംഗ് കോൺടെസ്റ്റ് ഇൻ യുവർ ക്ലാസ്. നമ്മുടെ ക്ലാസ്സിൽ എന്ത് ചെയ്യുക? ഒരു ക്യാപ്ഷൻ റൈറ്റിംഗ് കോൺടെസ്റ്റ് വെക്കുക, അല്ലേ? You may create a video montage of the pictures and their captions to be displayed in your class. കൂടാതെ നമുക്ക് എന്തും ചെയ്യാൻ വേണ്ടി പറ്റും? നമ്മുടെ ക്ലാസ്സിൽ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്ന ആ പിക്ചേഴ്സും അതിൻ്റെ ക്യാപ്ഷൻസൊക്കെ വെച്ചുകൊണ്ട് ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടി നമുക്ക് പറ്റും, അല്ലേ? യുവർ ടീച്ചർ വിൽ ഹെൽപ്പ് യു. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ ഹെൽപ്പും നിങ്ങൾക്ക് നിങ്ങളുടെ ക്ലാസ്സിൽ നിങ്ങളുടെ ടീച്ചേഴ്സ് ചെയ്തു തരും. അപ്പോൾ ഇവിടെ നമ്മളൊരു വീഡിയോ മൊണ്ടാഷ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്താണ് അവിടെ മൊണ്ടാഷ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്ന് ആ യെല്ലോ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്, അല്ലേ? എ പിക്ചർ, ഫിലിം ഓർ പീസ് ഓഫ്
music which consists of several different things put together. അപ്പം നമുക്കറിയാം ഈ ഒരു പിക്ചേഴ്സും അതിൻ്റെ ക്യാപ്ഷൻസൊക്കെ ഇങ്ങനെ ഒരുപാട് ആൾക്കാർ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ടാവില്ലേ. അപ്പോൾ അതൊക്കെ കോർത്തിണങ്ങിക്കൊണ്ട് ഒരു വീഡിയോ ആക്കുക. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, മൊണ്ടാഷ് എന്ന് പറയുന്നത്. ഓൾറെഡി നമ്മളൊക്കെ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം, ബർത്ത്ഡേയോ മറ്റോ വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ തന്നെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഫോട്ടോസൊക്കെ വെച്ചിട്ട് അതിൽ മ്യൂസിക്കൊക്കെ കൊടുത്ത് നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്യാറുണ്ട് അല്ലേ. അപ്പോൾ അത് തന്നെയാണ് ഇവിടെയും ഉദ്ദേശിക്കുന്നത്. ഈ നമ്മുടെ ക്ലാസ്സിലുള്ള പ്രദർശിപ്പിച്ചിട്ടുള്ള ആ പിക്ചേഴ്സും അതിനോടൊപ്പമുള്ള ക്യാപ്ഷൻസൊക്കെ ചേർത്തുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക, ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഈ ഒരു ക്ലാസ് വർക്കും കൂടെ പറഞ്ഞു കഴിഞ്ഞ് ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അല്ലെങ്കിൽ ലെങ്ത് ഒരുപാട് കൂടും. ഇനിയും നമ്മൾ ഇതിലുള്ള ഒരു 2-3 വർക്കും കൂടെ ചെയ്യാനുണ്ട്. സ്കിറ്റ്, റൈറ്റപ്പ്, പിന്നെ ആ ഒരു പിക്ചറിൻ്റെ ഡിസ്ക്രിപ്ഷൻ അല്ലേ, ഇത്രയും കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യാനുണ്ട്. അതൊക്കെ തൊട്ടടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ഒന്ന് ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ഒരുപാട് ആൾക്കാർ എൻ്റെ ക്ലാസ്സുകൾ കാണുന്നത്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത ബെൽ ബട്ടൻ്റെ കാര്യം മറക്കരുത്. അതേപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ കമൻറ്റ് അറിയിക്കുക. ഓക്കെ ദെൻ, താങ്ക് യു.